ജോൺ ചിറ്റാർ ഇവിടുത്തെ പ്രവർത്തനത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. എനിക്ക് ഏകദേശം ഒരു 21 വർഷമായി അദ്ദേഹമായി അടുത്ത സഹകരിപ്പാനിടയായി. ഞാൻ ഈ വടശ്ശേരിക്കര സെൻറ്ററിൻ്റെ സെൻട്രൽ പാസ്റ്ററായിട്ട് വരുമ്പോൾ സാമിറ്റ് ജോൺ എനിക്ക് വളരെയധികം പ്രോത്സാഹനവും കൈത്താങ്ങലും തന്ന വ്യക്തിയാണ്. എന്നോട് ചേർന്ന് ആത്മാർത്ഥമായി സഹകരിച്ച ദേവദാസനാണ്. അദ്ദേഹത്തോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ സത്യമാണ്. വളരെ ഹൃദയ വിശാലതയോടുകൂടെ ഈ ദേശത്ത് പ്രവർത്തിക്കുകയും ദേശത്ത് മറ്റുള്ളവർക്ക് അനുഗ്രഹവും ആശ്വാസമായി തീരാൻ താൻ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. കൃപാഭവൻ എന്ന ഈ സംവിധാനം ആരംഭിച്ചു. അതിൻ്റെ ഉദ്ഘാടന മീറ്റിങ്ങിൽ ഞാനുണ്ടായിരുന്നു. നമ്മുടെ രാജു എബ്രഹാം MLA ഉണ്ടായിരുന്നു, മറ്റ് ചിലരൊക്കെ ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ചെറിയ നിലയിൽ ആരംഭിച്ചു. ഇത്ര വിശാലമായി ഇത് വളർന്നു വരാൻ സർവശക്തനായ ദൈവം സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട സാമിറ്റ് ജോൺ പാസ്റ്ററെ ശക്തമായ ദൈവം തുടർന്നും ഉപയോഗിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾക്ക് മങ്ങൽ വരാതെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇത് പൂർത്തീകരിക്കാൻ ദൈവത്തിൻ്റെ സഹായം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച്, ക്രിസ്തീയ പ്രമാണം അനുസരിച്ച് 2 കാര്യങ്ങളാണ് അതിപ്രധാനമായ കാര്യം. ഒന്ന് ദൈവത്തിൻ്റെ കൃപയാണ്, 2 ദൈവത്തിലുള്ള വിശ്വാസമാണ്. വേദപുസ്തകം രക്ഷയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുമ്പോൾ രക്ഷയ്ക്ക് അടിസ്ഥാനമായ 2 കാര്യങ്ങളാണ് പറയുന്നത്. കൃപയാലത്രേ രക്ഷിക്കപ്പെടുന്നത്, ദൈവത്തിൽ നിന്നുള്ളതാണ് കൃപയെന്ന് പറയുന്നത്. അർഹിക്കാത്തൊരു വ്യക്തിയുടെ മേൽ ദൈവം പകരുന്ന കൃപ, ദൈവത്തിൻ്റെ ദാനം. ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിക്കുന്നത് അവിടുത്തെ കൃപയാലാണ്. ദൈവത്തിൻ്റെ കൃപ പകരുന്നത് കൊണ്ടാണ് വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നത്. നമുക്കറിയാം, വിശുദ്ധ പൗലോസ് പറഞ്ഞു, ഞാനാകുന്നത് കൃപയാലാണ്. സാമിറ്റ് പാസ്റ്റർ ഇത്രയും ഉപയോഗിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ മഹാകൃപ വളരെ അധികമായിരുന്നു. ദൈവത്തിൻ്റെ കൃപ പകർന്നു. 2ാമത്തെ പ്രധാന കാര്യം വിശ്വാസം. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം, ദൈവത്തിലുള്ള ആശ്രയം. ദൈവസകലത്തിന് മതിയായവനാണെന്നുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പോടുകൂടെ സ്റ്റെപ്പുകൾ എടുക്കുകയാണ്. ഒന്നും കണ്ടിട്ടല്ല, വിശ്വാസത്താൽ ചുവടുകൾ വയ്ക്കുന്നു. നമുക്കറിയാം, നമ്മൾ പാടുമ്പോൾ ഒന്നും കണ്ടിട്ടല്ല, അതിൻ്റെ വിശ്വാസത്തിൻ്റെ ആരംഭം. പ്രിയപ്പെട്ട സാമിറ്റ് പാസ്റ്ററും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ, ദൈവസകലവും സാധിപ്പിക്കുമെന്നുള്ള വിശ്വാസത്തിൽ, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ചുവടുകൾ വയ്ക്കുകയാണ്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, ഒരു വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. നമുക്കറിയാം, ഈ പൗലോസ് തെസ്സലോനിക്ക വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന വാക്കുകൾ നമുക്ക് കാണാൻ കഴിയുന്നു. 1-ാം അധ്യായത്തിൻ്റെ 2ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടപെടാതെ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുക. സ്തോത്രം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനപരമായ 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇത് വിശ്വാസത്തിൻ്റെ വേല. വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. നമുക്കറിയാം, യാക്കോബ് അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഒരുവന് വിശ്വാസം ഉണ്ടെന്ന് പറയുന്നെങ്കിൽ വിശ്വാസത്തിന് പ്രവൃത്തി ചെയ്യണം. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നതാണ് നമ്മൾ സമൂഹത്തിൽ ആയിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ. സാമിറ്റ് ജോൺ പാസ്റ്ററുടെ വിശ്വാസം പ്രവൃത്തിയിലൂടെ വിദേശത്ത് തെളിയിക്കുകയാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ, സൽപ്രവൃത്തികൾ ചെയ്യാൻ, മറ്റുള്ളവരെ ജീവിതത്തെ ഉത്തേജിപ്പിക്കാൻ, കരുണ കാണിക്കാൻ ഒക്കെ സാധിക്കുന്നത് അദ്ദേഹത്തിൽ വെളിപ്പെട്ട വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. വിശ്വാസം പ്രവൃത്തിയിലൂടെ തെളിയിക്കുക. അത് സാമിറ്റ് ജോൺ പാസ്റ്റർക്ക് സാധിച്ചു, നമുക്കും അത് സാധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. 2ാമതോട് പറയുന്നത് സ്നേഹത്തിൻ്റെ പ്രയത്നമാണ്. സ്നേഹം ഉണ്ടെന്ന് നമ്മൾ പറയുന്നത് അത് പ്രയത്നത്തിലൂടെ തെളിയിക്കേണ്ടതാണ്. സ്നേഹത്തിൻ്റെ പ്രയത്നം. നമുക്ക് സ്നേഹിപ്പാൻ കഴിയുക. സ്നേഹം എന്ന് പറയുന്നത് ബൈബിളിലെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രമാണമാണ്. ബൈബിൾ പഠിപ്പിക്കുന്നത്, ബൈബിളിൻ്റെ ഏറ്റവും പ്രധാന
ഈ ചിത്രീകരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാന വിഷയം എന്ന് പറയുന്നത് സ്നേഹമാണ്. ദൈവം മനുഷ്യനെ സ്നേഹിച്ച സ്നേഹം. ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. ആ സ്നേഹം വെളിപ്പെട്ട തന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെയാണ്. നാമും അന്യോന്യം സ്നേഹിക്കണം. ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ തമ്മിൽ സ്നേഹിക്കുക എന്നുള്ളതാണ് ബൈബിളിലെ ഏറ്റവും പ്രധാന പ്രമാണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്നേഹിക്കപ്പെട്ട് ഒരു വ്യക്തിക്ക് സ്നേഹിക്കാൻ കഴിയണം. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിലൂടെ വെളിപ്പെടുത്തണം. ആ സ്നേഹം വെളിപ്പെടുത്തുന്നത് മറ്റുള്ളവരോട് ബന്ധത്തിലാണ്. തമ്മിൽ സ്നേഹിക്കുക. സാബിട്ട് ജോൺ പാസ്റ്ററെ ദൈവം ആ വിധത്തിൽ തന്നിൽ പകർന്ന ദൈവസ്നേഹം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ, ആ സ്നേഹത്തിന്റെ പ്രയത്നം തന്നിലൂടെ വെളിപ്പെടുവാൻ ഇടയായിത്തീരുന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. പിന്നെ അദ്ദേഹം പറഞ്ഞപ്പോൾ ആരുമില്ലാത്ത ചിലരെ കണ്ണടച്ച് കളയാം. എത്രയോ ആളുകൾ അവഗണിക്കുന്നു. പക്ഷേ അവരെ അവഗണിക്കാൻ മനസ്സില്ലാതെ അവരെ ചേർത്ത് പിടിക്കാൻ, അവർക്കൊരു കൈത്താങ്ങലായി തീരാൻ ഇടയായിത്തീർന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ദൈവം പകർന്ന സ്നേഹമാണ്. ഹല്ലേലൂയ. ആ ദൈവസ്നേഹം തൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ സ്നേഹത്തിന്റെ പ്രാധാന്യം വേദപുസ്തകം പഠിപ്പിക്കുന്നു. അപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസത്തിനൊരു പ്രവൃത്തിയുണ്ട്, പ്രവൃത്തിയിലൂടെ തെളിയിക്കണം. സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം മറ്റുള്ളവരുടെ ബന്ധത്തിൽ അത് വെളിപ്പെടുത്തണം. ദൈവനെ സ്നേഹിച്ചു എന്ന് സാക്ഷ്യം പറയാൻ നമുക്ക് എല്ലാവർക്കും കഴിയും. പക്ഷെ അതുപോലെ ആ സ്നേഹം വെളിപ്പെട്ടു വരണം. ആ സ്നേഹം വെളിപ്പെട്ടു വരുന്നത് മറ്റുള്ളവരിലൂടെയാണ്. ആ സ്നേഹം വെളിപ്പെടുത്താൻ പ്രിയ പാസ്റ്റർക്ക് ദൈവം അവസരം കൊടുക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. ഇതെല്ലാം ഉപരിയായി മൂന്നാമത് പറയുന്ന പ്രത്യാശയെ കുറിച്ചാണ്. നമുക്കെല്ലാം മുമ്പിലൊരു പ്രത്യാശയുണ്ട്. ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ദൈവം കാര്യങ്ങളെ സാധിപ്പിക്കും. അത് നമ്മുടെ പ്രത്യാശയാണ്. ഇന്ന് പകലിൽ ഈ നല്ല പ്രവർത്തനം എനിക്കറിയാം നീണ്ട പ്രസംഗത്തിന്റെ അവസരമല്ലെന്ന് ഞാനിവിടെ വളരെ പരിമിതമായി നിർത്താം. ഇന്നിവിടെ ഒരു പ്രവർത്തനം, ഇവിടെ ഇതിന്റെ ഭവൻ ബിൽഡിങ്ങിന്റെ അല്ലേ കല്ലിടിയിലാണ്. അതൊരു തുടക്കമാണ്. ഇനി അത് പണിത് മുമ്പോട്ട് വരണം. ഒത്തിരി വിശാലമായ കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു സാബിട്ടി പാസ്റ്റർ അതിന് കല്ലിടുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്. ദൈവം ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധിപ്പിച്ചു തരും. ദൈവം കൂടെയുണ്ട്. ദൈവം കൂടെയുണ്ടെങ്കിൽ കാര്യം സാധിക്കും. നമുക്ക് മനുഷ്യമായ നിലയിൽ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെ സാധിപ്പിക്കുന്നവനാണ് ദൈവം. ഒരു വ്യക്തി മുൻപോട്ട് ചുവട് വയ്ക്കുമ്പോൾ അതിനു വേണ്ടിയുള്ള ശക്തീകരണം, ദൈവകൃപയുടെ അനുഭവങ്ങൾ ദൈവം പകരുകയാണ്. നമുക്കറിയാം ദൈവത്തിന് എപ്പോഴും ഉപയോഗിക്കാൻ മനുഷ്യരെ ആവശ്യമുണ്ട്. ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത് മനുഷ്യരിലൂടെയാണ്. വിവിധ നിലകളിലുള്ള ആളുകളെ, മനുഷ്യരെ ദൈവം തന്നെ മഹത്വത്തിന് വേണ്ടി ദൈവം എടുത്ത് ഉപയോഗിക്കുന്നു. ഈ ചിറ്റാറിന്റെ പ്രദേശത്ത് ദൈവം കണ്ടത് സാബുട്ടി പാസ്റ്ററെയാണ്. ഈ ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹത്തെ ദൈവം ശക്തിയോടുകൂടെ, അനുഗ്രഹനോടുകൂടെ തുടർന്ന് ഈ പ്രവർത്തനം ചെയ്യാൻ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്റെ ദാസന്റെ മേൽ കൃപ സമൃദ്ധിയായി പകരട്ടെ. നമുക്ക് ഒരുമിച്ച് കരങ്ങളും ഉയർത്തി സ്തോത്രം പറയാം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ അവസരം തന്ന കർത്തദാസനോട് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും വന്ദനം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.